അഭിജിത്ത്, നമ്മൾ കാണുകയായിരുന്നു വലിയ പ്രതിഷേധമാണ് വരുന്നത്. ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് വനം വകുപ്പിന് സഭ നൽകുകയും ചെയ്തത്. നിസ്സഹകരണ സമരം എന്നതിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും വിനീത, വലിയൊരു വിമർശനം, അതിരൂക്ഷമായ വിമർശനം തന്നെ താമരശ്ശേരി രൂപതയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി തങ്ങളെ പറ്റിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ പറയുന്നത്. വനം വകുപ്പ് മന്ത്രിയുടെ അടുത്തേക്ക് തങ്ങൾ ചെല്ലുന്നു, ഈ പ്രശ്നങ്ങളൊക്കെ പറയുന്നു, പക്ഷേ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള വാഗ്ദാനം നൽകുകയല്ലാതെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. തങ്ങളുടെ ജീവന് വിലയില്ലേ എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ചോദിക്കുകയാണ്. ഇതിൽ ഒരു മുന്നറിയിപ്പായി പറയുന്നത് നിസ്സഹകരണ സമരത്തിലേക്ക് കൂടി തങ്ങൾക്ക് കടക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ മാനം കൂടി അതിനുണ്ട് എന്ന് പറയാതെ വയ്യ. കാരണം ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാനിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് രൂപതയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്, മാർ റെമിജിയോസ് ഇഞ്ചനാനിയലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നത് സംസ്ഥാന സർക്കാരിന് ഇതിൽ സ്വീകരിക്കാൻ കഴിയുന്ന ചില നടപടികളുണ്ട്. പ്രത്യേകിച്ച് ഈ വന്യജീവി പശ്ചാത്തലത്തിൽ ഈ കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പലരും ചോദിക്കുന്നു. അതേ ഘട്ടത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തോക്കുൾപ്പെടെ ലൈസൻസ് തരാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനൊരു നടപടി എടുക്കാൻ കഴിയുന്നതാണ്, അതിലൊരു നിലപാടെടുക്കാൻ കഴിയുന്നതാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു നിലപാടിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഇതൊരു മുന്നറിയിപ്പായിട്ട് തന്നെയാണ് ഇപ്പോൾ സഭ കാണുന്നത്, രൂപത കാണുന്നത്. കാരണം ഒരു സൗരവേലി കെട്ടിക്കൊണ്ട് തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് വാഗ്ദാനം നൽകിയതാണ്. പക്ഷേ അതുണ്ടായിട്ടില്ല. കഴിഞ്ഞ കുറേ നാളുകളായി ഒരു പ്രതിഷേധ പരമ്പര തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിലുണ്ടായിരുന്നു. പെരുവണ്ണാമൂഴിയിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ സമരം തീർക്കുന്നു. സാരിവേലി കെട്ടിക്കൊണ്ട് ഒരു പ്രതിഷേധം നടക്കുന്നു. ഇന്നത് താമരശ്ശേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് വ്യാപിക്കുന്നു. അങ്ങനെ കൃത്യമായി തങ്ങളുടെ നിലപാട് പറഞ്ഞു വെക്കുകയാണ് താമരശ്ശേരി രൂപത ചെയ്യുന്നത്. ഏതായാലും നിസ്സഹകരണത്തിലേക്ക് തങ്ങൾ കടക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് അത് സർക്കാരിന് കൃത്യമായി നൽകുന്നുണ്ട് വിനീത രൂപത. ശരി, ഞാൻ റഹീസിലേക്ക് കൂടി പോവുകയാണ്. റഹീസ്, ഈ വിഷയം രാഷ്ട്രീയമായി തന്നെ പലതരത്തിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ സഭ പറഞ്ഞതും കൃത്യമായ രാഷ്ട്രീയമാണ്. പക്ഷേ ജോസ് കെ മാണി MP ഇത് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചുകൊണ്ട് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അതിനോട് മുഖം തിരിക്കുന്ന ഒരു സമീപനമാണോ CPM-നും മറ്റു കക്ഷികൾക്കുമുള്ളത്? സമ്മേളനം വിളിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാവുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ മുന്നണിക്കകത്ത്? വിനിത, കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആവശ്യമനുസരിച്ച് നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് CPIM ഉള്ളത്. പക്ഷേ ആ ഒരു തീരുമാനം കേരള കോൺഗ്രസ് എമ്മിനെയോ ജോസ് കെ മാണിയെയോ മറ്റു നേതാക്കളെയോ CPM അറിയിച്ചിട്ടില്ല. ജോസ് കെ മാണി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയിട്ട് 1 മാസം കഴിഞ്ഞു. വന്യമൃഗ ശല്യവും ഒപ്പം തെരുവ് നായ ശല്യവും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായി നിയമസഭ വിളിക്കണം. ചില കാര്യങ്ങൾ നേരത്തെ റെമിജിയോസ് ഇഞ്ചനാനിയൽ പിതാവ് പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭയ്ക്ക് ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ സ്വന്തം നിലയിൽ ഇക്കാര്യത്തിൽ ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തണമെന്നതായിരുന്നു ജോസ് കെ മാണി നൽകിയ കത്തിൻ്റെ ചുരുക്കം. പക്ഷേ ആ കത്തിനെ ഒരു തരത്തിലും മുഖവിലയ്ക്ക് CPM എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇനി സെപ്റ്റംബറിൽ മാത്രമായിരിക്കും നിയമസഭ ചേരുക. ആ സമയത്തുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ നിൽക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് ദിവസം മാത്രമായിരിക്കും ആ സമ്മേളനം ചേരുക. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി ഉന്നയിച്ച വിഷയങ്ങൾ ഗൗരവമായി നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്യുമോ എന്നതും കാണേണ്ടതാണ്. ഇതിനകത്ത് കത്ത് നൽകുന്നതിന് പിന്നിലും പലതരത്തിലുള്ള രാഷ്ട്രീയമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മലയോര മേഖലയിലാണ്. ആ മലയോര മേഖലയിലെ ജനപ്രതിനിധികളും പാർട്ടി കമ്മിറ്റികളും സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇടതു മുന്നണിയുടെ പേരിൽ വോട്ട് ചോദിച്ച് ഓരോ വീട്ടിലേക്കും കയറിപ്പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ആ സാഹചര്യം മാറ്റണം എന്ന് പാർട്ടി യോഗങ്ങളിൽ നിരന്തരം ആവശ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോസ് കെ മാണി വാർത്താക്കുറിപ്പിറക്കിയതും മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയതും.